നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. ചേലക്കര അന്തിമഹാകാളങ്കാവിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെ നോട്ടീസ് പ്രകാശനം. ചേലക്കര അന്തിമഹാകാളങ്കാവിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. പ്രശസ്തമായ ചേലക്കര അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ വെച്ച് നടക്കാനിരിക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് നടന്നത്. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനിൽ നിന്നും നോട്ടീസ് ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യ രക്ഷാധികാരി പരമേശ്വരൻ മാസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിലെ ആദ്യ സംഭാവന മുൻ ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യനിൽ നിന്നും ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ക്ഷേത്രോപദേശക സമിതി വൈസ് പ്രസിഡന്റ് സുനിൽ, സെക്രട്ടറി വിജയകുമാർ, ക്ഷേത്രഗോപുരം ജിതേഷ് തുടങ്ങിയ പ്രമുഖ വ്യക്തികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന മഹാഗണപതി ഹോമത്തിന്റെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കർക്കിടകം 31 ജൂലൈ 16 ഞായറാഴ്ചയാണ് 26ാമത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നത്. ചേലക്കര അന്തിമഹാകാളങ്കാവിനെ സംബന്ധിച്ചിടത്തോളം 26ാമത് മഹാഗണപതി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് ഈ കർക്കിടക മാസം 31 തീയതി, അതായത് ആഗസ്റ്റ് 16 ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. നമ്മുടെ ചേലക്കര പഞ്ചായത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടക്കാറുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ആചാരങ്ങളിൽ ഒരു കോട്ടവും തട്ടാതെ, അതായത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ കഴിഞ്ഞ 26 കൊല്ലമായി ഗണപതി ഹോമം നടത്തി വരുന്നു. അതുകൊണ്ടാണ് അന്തിമഹാകാളങ്കാവ് ഗണപതി ഹോമത്തെ ഈ പ്രദേശത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത്. അന്നത്തെ ദിവസം ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ സന്നിഹിതരാകാറുണ്ട്. വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഈ ഗണപതി ഹോമം ഓരോ കൊല്ലം കഴിയുന്തോറും ജനപങ്കാളിത്തം കൊണ്ടും മറ്റു പല സവിശേഷതകളാലും ഓരോ ഘട്ടം കഴിയുമ്പോഴും കൂടുതൽ പുരോഗതിയിലേക്കും വ്യാപ്തിയിലേക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കൊല്ലത്തെ ഗണപതി ഹോമം എല്ലാവരും പങ്കെടുക്കണമെന്നും അതിന് ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി ശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. ഒരു കാലം നമ്മൾ തുടങ്ങി വെച്ചത് അവിടുത്തെ കാരണവരായ ശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി അവരുടെ അനിയൻ നമ്പൂതിരി അവരുടെ നേതൃത്വത്തിലാണ് തുടങ്ങി വെച്ചത്. ഇപ്പോൾ അവരും തന്ത്രി കുടുംബത്തിലെ തലമുറയായിട്ട് ഇന്ന് എത്തി നിൽക്കുന്നത് ശ്രീമാൻ കൃഷ്ണൻ നമ്പൂതിരി അവരുകളിലാണ്. അദ്ദേഹം വളരെ ചിട്ടയോടുകൂടി എല്ലാ വർഷവും ഇവിടെ വന്ന് ഗണപതി ഹോമം നടത്താറുണ്ട്. അത് ഭക്തജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. കാരണം അത്രയും ചിട്ടയോടുകൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ അന്തിമഹാകാളങ്കാവിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുകയാണ് അന്നത്തെ ദിവസം. CCV ന്യൂസ് ചേലക്കര. അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919.